നമസ്കാരം. നീലകേശി മാഡം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് മെയ് മാസത്തെ മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രജാതരുടെ മെയ് മാസ ഫലങ്ങളെക്കുറിച്ചാണ്. ഈ മെയ് മാസത്തിൽ മേടം 18 മുതൽ ഇടവം 17 വരെയുള്ള ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ചിന്തിക്കുവാൻ പോകുന്നത്. ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് ചാരഫലങ്ങളും ജാതകത്തിലെ ദശാകാലങ്ങളും അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും കുറച്ച് വ്യത്യാസങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതുണ്ട്. ആകയാൽ പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അശ്വതി നക്ഷത്രജാതരെ സംബന്ധിച്ച് മെയ് മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് കാത്തിരിക്കുന്നത്. ഉദ്യോഗത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരും ഉദ്യോഗത്തിനായി പഠനം നടത്തുന്നവർക്കും കുറച്ച് ലാഗ് വരുന്നൊരു സമയമാണ്. പഠന വിഷയങ്ങളിൽ പഠിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായി മറ്റ് കാര്യങ്ങൾ വന്നു ചേരുന്നതിലൂടെ പഠനത്തിൻ്റെ സമയക്രമത്തിൽ മാറ്റങ്ങൾ വരുന്നതാണ്. ആയതിനാൽ പഠന വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടുന്ന ഒരു മാസവും കൂടിയാണ്. ആരോഗ്യപരമായി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരാത്ത ഒരു മാസവുമാണ്. അലർജി, കാൽമുട്ട്, നടു ഇവ സംബന്ധമായി വേദനയും ബുദ്ധിമുട്ടും വരാവുന്ന സമയമായതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുന്നത് ഉത്തമമാകുന്നു. കുടുംബപരമായി നോക്കുമ്പോൾ നിലവിൽ ഗ്രഹനിർമ്മാണം ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് വീടിൻ്റെ നിർമ്മാണം 80% കൂടുതൽ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുവാൻ സാധിക്കും. സന്താനങ്ങൾക്ക് അസുഖങ്ങൾ വരുവാൻ സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുമായി നല്ല ബന്ധമായിരിക്കുമെങ്കിലും വാശി ഒഴിവാക്കുന്നത് നല്ലതാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഈ ഒരു മാസം കരുതൽ ഉണ്ടാകേണ്ടതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കുടുംബജീവിതത്തിൽ അതേപടി നടപ്പിലാക്കാതെ ആലോചിച്ച് പങ്കാളിയുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് മുൻപോട്ട് പോവുക. ഉദ്യോഗപരമായി അനുകൂല സമയം തന്നെയാണ് അശ്വതി നക്ഷത്രജാതർക്ക് ഈ മെയ് മാസം. ജോലിയിൽ മാറ്റം ഉണ്ടാകുന്ന സമയം കൂടിയാണ്. മെയ് പകുതിക്ക് ശേഷം നല്ല അവസരങ്ങൾ പുതിയ തൊഴിൽ മേഖലകളിൽ വരുന്നതാണ്. സർക്കാർ മേഖലയിൽ നിൽക്കുന്നവർക്ക് ജോലിഭാരം കൂടുന്ന ഒരു മാസവുമാണ്. ഉദ്യോഗ മേഖലയിൽ പുതിയ കണക്ഷൻസ് ഉണ്ടാകുന്ന സമയമാണ്. പ്രണയപരമായി നോക്കുമ്പോൾ പ്രണയബന്ധങ്ങളിൽ ചെറിയ രീതിയിലുള്ള വിള്ളലുകൾ വരുന്ന ഒരു സമയം കൂടിയാണ്. ബിസിനസ് പരമായി മെയ് മാസത്തിലെ ആദ്യത്തെ 2 ആഴ്ച വളരെ അനുകൂലവും ശേഷം ശ്രദ്ധയോടെ പോകേണ്ടതുമാണ്. പ്രശ്ന പരിഹാരാർത്ഥം ശ്രീകൃഷ്ണ ഭഗവാനെ തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നത് ഉത്തമമാകുന്നു. മേടം രാശിയിലെ 2ാമത്തെ നക്ഷത്രമായ ഭരണി നക്ഷത്രജാതരുടെ മെയ് മാസത്തെ ഫലത്തെക്കുറിച്ചാണ് അടുത്തതായി പറയുവാൻ പോകുന്നത്. ഭരണി നക്ഷത്രജാതരായ സ്ത്രീകൾ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതാണ്. ഗുഹ്യ സംബന്ധമായ അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് കൃത്യമായി എടുക്കേണ്ടതാണ്. തൊണ്ട, ഉദരം, അസ്ഥി എന്നീ ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരുവാൻ ഈ ഒരു മാസം സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ വേണം. നിലവിൽ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള ഭരണി നക്ഷത്രജാതർ, അത് സ്ത്രീയായാലും പുരുഷനായാലും, ശരീരത്തിന് ആവശ്യമായ റെസ്റ്റ് കൊടുത്ത് മുൻപോട്ട് പോവുക. കുടുംബപരമായി നോക്കുമ്പോൾ വരവും ചെലവും ഒരുപോലെ വരുന്നൊരു മാസമാണ്. ആയതിനാൽ ചിലവുകൾ കൺട്രോൾ ചെയ്യുന്നതും വരും മാസങ്ങളിലേക്ക് പണത്തിൻ്റെ ഷോർട്ടേജ് മുന്നിൽ കണ്ടുകൊണ്ട് കരുതലോടെ നീങ്ങേണ്ടതുണ്ട്. നിലവിൽ നിയമപരമായി കേസുകൾ വരെ എത്തി നിൽക്കുന്നവർക്ക് മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ കാര്യങ്ങൾ അനുകൂലമായി വരും. ബിസിനസ് മേഖലയിൽ ലാഭവിഹിതം ഉണ്ടാകുന്ന സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും അനുകൂല സമയം തന്നെയാണ്. യാത്രയിൽ വാഹന ഉപയോഗം ശ്രദ്ധിക്കുന്നത് ഉത്തമമായി കാണുന്നു. വിദ്യാപരമായി കഴിഞ്ഞ കാലങ്ങളേക്കാൾ അനുകൂലവും പഠന വിഷയങ്ങളിൽ കോൺസെൻട്രേഷൻ ലഭിക്കുന്ന മാസവുമാണ്. പ്രശ്നപരിഹാരാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, അതുപോലെ രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്.
മേടം രാശിയിലെ അവസാന നക്ഷത്രമായ കാർത്തിക കാൽ നക്ഷത്ര ജാതരുടെ മെയ് മാസത്തെ ഫലത്തിലേക്ക് കടക്കാം. ഈശ്വരാധീനമുള്ളൊരു സമയമാണ്. അല്പം കൂടി പരിശ്രമിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യമായാലും വിജയത്തിൽ എത്തുന്നതാണ്. വിദ്യാപരമായി നോക്കുമ്പോൾ വിദേശയാത്രയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും അതിനായുള്ള പ്രോസസ് വേഗത്തിൽ ആവുകയും ചെയ്യുന്ന ഒരു മാസമാണ്. ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ ഇതിനായി കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ക്ഷേത്ര ദർശനവും ഉത്തമമാണ്. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകുമെങ്കിലും ചെറിയ രീതിയിലുള്ള ലാഗ് കാണുന്നുണ്ട്. ആയതിനാൽ ലക്ഷ്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക. തൊഴിൽപരമായി നോക്കുമ്പോൾ പ്രൈവറ്റ് ഫേമിൽ നിൽക്കുന്നവർക്ക് റീലൊക്കേഷൻ അതുപോലെ തൊഴിൽപരമായി യാത്രകൾ വേണ്ടിവരുന്ന സമയമാണ്. പുതിയ തൊഴിലവസരങ്ങൾ വരുമെങ്കിലും അതൊക്കെ കൃത്യമായ സമയത്ത് അപ്ലൈ ചെയ്യുവാൻ കഴിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. ബിസിനസ് പരമായി സ്വയം തൊഴിൽ ഉൾപ്പെടെ ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞാണ് അനുകൂല സമയം തുടങ്ങുക. സാമ്പത്തികപരമായി നോക്കുമ്പോൾ സേവിങ്സിനു നീക്കിയിരിപ്പ് കുറവാകുന്ന സമയവും അതുപോലെ വാഹന സംബന്ധമായി ചിലവുകൾ വരുന്ന ഒരു കാലഘട്ടവുമാണ്. ചിട്ടി പോലുള്ള സാമ്പത്തിക ലാഭമുണ്ടാവുകയും പ്രതീക്ഷിക്കാത്ത ധനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായി ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പ്രധാനമായും കണ്ണുകളുടെ ആരോഗ്യത്തിനും കാൽമുട്ടിനും ശ്രദ്ധ കൊടുക്കണം. കുടുംബപരമായി നോക്കുമ്പോൾ അകന്നു കഴിയുന്ന ദമ്പതിമാർക്കിടയിൽ ഒരുമിച്ച് ചേരുവാനുള്ള സാഹചര്യം വരുന്നതാണ്. നിയമപരമായി എന്തേലും പ്രൊസീഡിങ്സ് ഉള്ളവർക്ക് കുറച്ച് ലാഗ് വരുന്നൊരു സമയമാണ്. ബന്ധുസമാഗമവും തീർത്ഥയാത്ര പോലുള്ള കാര്യങ്ങൾ നടക്കുന്നതുമാണ്. കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ ഭഗവാന് പഞ്ചാമൃത വഴിപാടും ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമമായി കാണുന്നു. പുതിയ ഒരു അധ്യായവുമായി വരും വരെ നന്ദി, നമസ്കാരം.